നമസ്കാരം. തുടക്കത്തിൽ ജിയോയുടെ വരവ് ഉപഭോക്താക്കൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഇഷ്ടംപോലെ ഓഫർ, ഡേറ്റ, ഫ്രീ സിം ഇതെല്ലാം ഉപഭോക്താക്കളെ ജിയോയിലോട്ട് ആകർഷിച്ചിരുന്നു. എന്നാൽ പതിയെ ജിയോ കളി തുടങ്ങി. റീചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെയാണ് ജിയോയ്ക്ക് നഷ്ടമായത്. എന്നാൽ ഇതിനെതിരെ പുതിയ തന്ത്രവുമായി ജിയോ രംഗത്ത് വന്നിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് ഒരു വർഷത്തേക്ക് ചുരുങ്ങിയ നിരക്കിൽ അൺലിമിറ്റഡ് ഡേറ്റ നൽകുന്ന പദ്ധതിയാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂൺ വരെ ജിയോയ്ക്ക് വളർച്ചയുടെ കാലമായിരുന്നെന്ന് പറയാം. എന്നാൽ റീചാർജ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപഭോക്താക്കളാണ് ജിയോ ഉപേക്ഷിച്ച് BSNLിലേക്ക് ചേക്കേറിയത്. ജിയോയ്ക്ക് പുറമെ മറ്റ് ടെലികോം ഭീമന്മാരും നിരക്ക് കൂട്ടിയിരുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ജിയോ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചപ്പോൾ എയർടെൽ 11% മുതൽ 21% എന്ന തോതിലും വോഡഫോൺ ഐഡിയ 10% മുതൽ 21% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയത്. കണക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയത്. ജൂലൈയിൽ ആദ്യം നടപ്പാക്കിയ മൊബൈൽ റീചാർജ് വർധനയാണ് ജിയോയിൽ നിന്നും മറ്റ് ടെലികോം കമ്പനികളിൽ നിന്നും വരിക്കാർ കൂട്ടത്തോടെ പിരിഞ്ഞു പോകാൻ കാരണമായത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ജിയോയ്ക്ക് 79 ലക്ഷം ഉപഭോക്താക്കളെയാണ് നഷ്ടപ്പെട്ടത്. ഇനി വോഡഫോണിലേക്ക് വന്നാലോ? വോഡഫോണിന് 15 ലക്ഷം ഉപഭോക്താക്കളെയും എയർടെലിന് 14 ലക്ഷം ഉപഭോക്താക്കളെയും നഷ്ടമായിട്ടുണ്ട്. സെപ്റ്റംബറിൽ രാജ്യത്തെ പുതിയ കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ വളർച്ച നേടിയ പൊതുമേഖലാ കമ്പനി BSNL മാത്രമാണ്. 8.49 ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് BSNLന് സ്വന്തമായി കിട്ടിയത്. വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മറ്റ് ടെലികോം ഭീമന്മാർ നിരക്ക് കുത്തനെ കൂട്ടിയത്. പക്ഷെ ഫലത്തിൽ കമ്പനികൾക്കത് വൻ തിരിച്ചടിയായി മാറുകയായിരുന്നു. സ്വകാര്യ കമ്പനികൾ വിലവർധനവ് ഏർപ്പെടുത്തിയപ്പോൾ റീചാർജ് നിരക്ക് പഴയപടി നിലനിർത്താനുള്ള BSNLിന്റെ തീരുമാനമാണ് ഉപഭോക്താക്കളെ ഏറ്റവും കൂടുതൽ BSNLിലോട്ട് ആകർഷിച്ചത്. മൊബൈൽ ചെലവ് ചുരുക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ വലിയ തോതിൽ ആകർഷിക്കാൻ BSNLിനായിട്ടുണ്ട്. വരുമാനം ഉണ്ടാക്കുന്നതിനും ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനുമിടയിൽ ടെലികോം കമ്പനികൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടെലികോം കമ്പനികൾ ഉപഭോക്താക്കളെ പിഴിയുന്ന പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അത് അടിവരയിടുന്നതാണ് സമീപകാല സംഭവങ്ങൾ. BSNL പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ടെലികോം രംഗത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഉപഭോക്താക്കളും അഭിപ്രായപ്പെടുന്നത്. ടാറ്റ ഗ്രൂപ്പുമായി 15,000 കോടി രൂപയുടെ കരാറിൽ BSNL ഒപ്പുവെച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിൽ 2790.83 കോടി രൂപയുടെ കുറവാണ് BSNL രേഖപ്പെടുത്തിയത്. BSNL, MTNL എന്നിവയ്ക്കായി 1 ലക്ഷം കോടി രൂപയാണ് ആകെ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. BSNLിന്റെ സാങ്കേതിക നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി കേന്ദ്ര ബജറ്റിൽ വലിയൊരു തുകയും മാറ്റിവെച്ചിട്ടുണ്ട്. ജിയോ എങ്ങനെയും നഷ്ടപ്പെട്ട ഉപഭോക്താക്കളെ തിരിച്ചു പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അതിനായി പുതിയ തന്ത്രങ്ങൾ ജിയോ ആവിഷ്കരിക്കുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഈ ടെലികോം രംഗം ജിയോ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായാലും BSNL പ്രതാപകാലത്തിലേക്ക് മടങ്ങി വരുമോ അതോ ജിയോ വീണ്ടും അരങ്ങ് വാഴുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.